അപ്പോഴേ നമുക്കൊരു ചെറിയ വീഡിയോയും കൂടെ ചെയ്താലോ? അതെ, ഞാനാണെങ്കിൽ ഇതിനകത്തിലെ ഉള്ളി ആദ്യം കടുക് വറുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉള്ളി, കരിയാപ്പിലയും പിന്നെ തക്കാളിക്കായും കൂടി ഇട്ടൊന്ന് വഴറ്റുക. എന്തിനാണെന്നറിയോ? നമുക്കൊരു ചെറിയ സോയാബീൻ്റെ സബ്ജി ഉണ്ടാക്കാം. എന്താ ഇതേ സോയാബീൻ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിങ്ങനെ വെച്ച് കഴുകി വാരിയൊക്കെ വെച്ചേക്കുക. ഇച്ചിരി വെള്ളത്തിലിട്ട് ഇനി ഞാനത് പിഴിഞ്ഞെടുക്കും. അപ്പം നമുക്കിതിനകത്തിലോട്ട് ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇടാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സബ്ജിയാണ്. നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന ഒരൊറ്റ സബ്ജിയാണ് സോയാബീൻ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേ ഉള്ളിയൊക്കെ നല്ല തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നു കേട്ടോ. കണ്ടോ? അപ്പം നമുക്കിതേണ്ട ഈ മസാല അതിനകത്തിലോട്ട് ഇടാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് മുളക് പൊടിയും ഇച്ചിരി ഇറച്ചി മസാലയും കാശ്മീരി ചില്ലി പൗഡറ്, മല്ലിപ്പൊടി, ഇതൊക്കെ മതി. വേറൊന്നും ഇടണ്ട. കാരണം ഒരുപാട് മസാലകളും നമുക്ക് നല്ലതല്ല. ഇത് ചുമ്മാ വഴറ്റി തിന്നാനും നല്ലതാണ് സോയാബീൻ. അപ്പം നമുക്ക് ഈ സോയാബീനകത്തോട് ഇട്ടിട്ടാലോ? ഞാൻ കഴുകി വാഴി നല്ല ഭംഗിയായിട്ട് പിഴിഞ്ഞൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ല ഒരുപാട് ഞാൻ കറിയായിട്ടൊന്നും അല്ല വെക്കുന്നത്, ഞാൻ ഫ്രൈ ആണ്. എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നമ്മളെ നല്ല ഇറച്ചിയൊക്കെ വേവിക്കുന്ന പോലെ ഞാനത് കൂട്ടാൻ വെച്ചെടുക്കും. അപ്പം നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു ശകലം ഒന്ന് ഇതാക്കണം. അപ്പം നമുക്കിതൊന്ന് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്താലോ? ഹലോ, സൂര്യയുടെ അമ്മയാണ് ഞാനേ. സോയാബീൻ നമ്മുടെ നല്ല ഒരു ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഞാൻ ഉപ്പുമൊക്കെ നോക്കി കേട്ടോ. അപ്പം നമുക്കേ കൊത്തമ്പീര ഇട്ടാലോ? മല്ലിയില, നമുക്ക് മല്ലിയില ഇടാം കേട്ടോ. മല്ലിയിലയൊക്കെ ഇട്ടു നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ. അപ്പം നല്ലൊരു ചെറിയ വീഡിയോയും കൂടെ സൂര്യയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് രാത്രി ചോറുണ്ടുമ്പം കാണാം. ഓക്കെ.